وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടും വിശ്വാസികൾക്ക് സന്തോഷിക്കാനുള്ള സുദിനമായും അല്ലാഹു അനുവദിച്ചു തന്നിട്ടുള്ള ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാൾ സുദിനത്തിലാണ് നമ്മൾ എല്ലാവരും സംഗമിച്ചിരിക്കുന്നത്. പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ നോമ്പിലൂടെ നേടിയെടുക്കാൻ പറഞ്ഞ തഖ്വ അത് ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നോമ്പുകൊണ്ട് നേട്ടം കൊയ്തവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഈ മഹല്ലിലെ മുഴുവൻ ആളുകൾക്കും ഈദുൽ ഫിത്ർ ആശംസിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിനെ അവസാനം ഇന്നലെ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയപ്പോ ഞാനൊരു പുതിയ ആളായി മാറിയിട്ടുണ്ടോ
അതല്ല ഞാൻ റമദാനിന് മുന്നേ എങ്ങനെയായിരുന്നുവോ ആ വഴിയിലേക്കാണോ ഞാൻ പോയിട്ടുള്ളത് എന്നത് ഒരേ ഒരു ചോദ്യം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടും എന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ സുബഹി ജമാഅത്തിന് പള്ളിയിലുണ്ടായ എത്ര പേരാണ് ഇന്ന് സുബഹി ജമാഅത്തിന് പള്ളിയിലുണ്ടായിട്ടുള്ളത് എന്നതാണ് ആ ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി നമ്മുടെ നമ്മൾ റമദാനിൽ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ, അള്ളാഹു തള്ളിക്കളഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അളവുകോലായി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 11 മാസക്കാലത്തെ ജീവിതത്തിനെ ഭക്തിപൂർണമായ ജീവിതമാക്കാൻ പ്രചോദിപ്പിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തെ സ്വാംശീകരിച്ചെടുക്കുവാൻ തന്നിട്ടുള്ള പരിശുദ്ധ റമദാനിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ തഖ്വയെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ റമദാൻ നമുക്ക് കിട്ടിയത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നത് ഒരു ചോദ്യമാണ്. അതേ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുണ്ടാകുന്ന ആവലാതി എന്ത് എന്ന് ചോദിച്ചാൽ എന്റെ റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ആവലാതിയാണ്. 30 ദിനരാത്രങ്ങളിൽ അതല്ലെങ്കിൽ ഒരു മാസക്കാലയളവ് കഠിനാധ്വാനം ചെയ്തത് വെറുതെയായിട്ടുണ്ടോ എന്ന ആദിയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മനസ്സിൽ ആവലാതിയായി ഏത് സമയത്തും അവനെ അലട്ടിക്കൊണ്ടിരിക്കുക. അതാണ് മുൻകാലങ്ങളിലെ സലഫുകളെ കുറിച്ച് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതേ, കാന സലഫു യബ്കൂന 6 അശ്ഹുരിൻ ബഅദ റമളാൻ. റമളാനിന് ശേഷമുള്ള 6 മാസക്കാലത്തോളം അവർ കരയുമായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ അവരോരോരുത്തരും കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് വിങ്ങി പൊട്ടിക്കൊണ്ട് അവരുടെ ജീവിതത്തെ നയിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയാണ് അവര് കരഞ്ഞിരുന്നത്? അതേ, അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത ഈ കാര്യങ്ങൾ, ഈ റമദാനാകുന്ന ഒരു മാസക്കാലയളവിൽ ഞങ്ങൾ ചെയ്ത കർമ്മങ്ങൾ പടച്ചോനെ നീ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 6 മാസക്കാലത്തോളം നമ്മുടെ മുൻഗാമികളായ യഥാർത്ഥ സലഫുകളായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തെ കുറിച്ച് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനുള്ളത്. സഹോദരങ്ങളെ, ആ ജീവിത വഴിയിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കുമാകണം പടച്ചോനെ, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നന്മകൾ ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ വിധിവിലക്കുകൾ പാലിച്ചിട്ടുണ്ട്, നീ അരുതെന്ന് പറഞ്ഞത് വിരോധിച്ചിട്ടുണ്ട്, നീ ചെയ്യണമെന്ന് പറഞ്ഞത് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. റബ്ബേ, പടച്ചോനെ നീ ഇത് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്. അതേ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു കർമ്മം അല്ലാഹു സ്വീകരിച്ചു എന്നറിയലാണ് ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യമെന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ അത് ചെയ്തു വെച്ച് മാത്രം നടന്നാൽ പോരാ. നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സദഖ ചെയ്യുന്നു, മറ്റ് ഇതര നന്മകളിലൊക്കെ പങ്കാകുന്നു, ഒക്കെ ചെയ്ത് ഞാൻ ചെയ്തങ്ങ് തിരിച്ചു പോയാൽ പോരാ. മറിച്ച് അല്ലാഹുവിനോട് തേടണം, പടച്ചോനെ ഇതിൽ പോരായ്മകൾ ഉണ്ടാകും, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, പടച്ചോനെ നീ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് അല്ലാഹു അത് സ്വീകരിക്കുക. അതാണ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ദുനിയാവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാകുന്ന അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ നിർമ്മിക്കപ്പെടുന്ന പള്ളികളിൽ ഏറ്റവും ആദ്യത്തെ പള്ളിയായ മസ്ജിദുൽ ഹറം കഅബയെ നിർമ്മിച്ചുകൊണ്ട് മഹാനായ ഇസ്മാഈൽ നബിയും ഇബ്രാഹിം നബിയും ഇരുവരും പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കർമ്മമാണ് അവർ ചെയ്തത്. അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. എന്നിട്ടും അവരിരുവരും അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ എന്നവര് തേടിയിരുന്നു എന്നത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മാസക്കാലം ചെറുതും വലുതുമായി നന്മകളെമ്പാടും അനുഷ്ഠിച്ച നമ്മൾ ഇനിയും നന്മകളിലേക്ക് പോകുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട തേട്ടം, പടച്ചോനെ ഞാൻ ചെയ്യുന്നത് സ്വീകരിക്കണേ, അത് വെറുതെയായി പോകല്ലേ. പരലോകത്ത് ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, അവരുടെ നന്മകളെ വയജ്അലുഹുല്ലാഹു ഹബാഅൻ മൻസൂറാ, ധാരാളം നന്മകളുമായിട്ടാണ് അവർ വന്നത്. നോമ്പെടുത്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ നിർവഹിച്ചിട്ടുണ്ട്, ഇഅ്തികാഫിലിരുന്നിട്ടുണ്ട്, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. വയജ്അലുഹുല്ലാഹു ഹബാഅൻ മൻസൂറാ, അതൊക്കെയും കാറ്റത്ത് പാറുന്ന ധൂളികളെ പോലെ അല്ലാഹു തട്ടിക്കളയുമെന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളുണ്ട്. അതിൽ ഒന്ന് അവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെയാണ് പഠിപ്പിച്ചത്. പ്രവാചകൻ പറഞ്ഞു, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അതേ, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാനോ അതല്ലെങ്കിൽ എനിക്ക് മുന്നിൽ ഇരിക്കുന്ന നിങ്ങളോ ആരുമാകാം. അവരാരാണ്, അവരുടെ സ്വഭാവം എന്താണ്? അതേ, പ്രവാചകൻ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അവരാരാണ്? ഇദാ ഖലൗ, അവരൊറ്റക്കായാൽ, അവർ തനിച്ചായാൽ, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, അല്ലാഹു വിരോധിച്ച ഹറാമാക്കിയ കാര്യങ്ങൾ അനുവർത്തിക്കുന്നവരാണവർ, ചെയ്യുന്നവരാണവർ. ആളുകൾക്കിടയിലാകുമ്പോ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് മാന്യത ചമയുന്ന ആളുകൾ ഒറ്റക്കായാൽ, ആരുമില്ലാത്ത ഇടങ്ങളിലെത്തിയാൽ, അതേ അവരവരുടെ തനി സ്വഭാവം കാണിക്കും. ഹറാമുകളിലേക്ക് അവർ കയറി ചെല്ലും, ഹറാമുകൾ അവർ കാതോർക്കും, ഹറാമുകൾ അവർ കാണും, ഹറാമുകൾ അവർ പറയും, ഹറാമുകൾ അവർ പ്രവർത്തിക്കും. അതേ, അവർ തനിച്ചായാൽ അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളെ കാറ്റത്ത് പാറുന്ന ധൂളികളെ പോലെയാക്കി കളയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ കഴിഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതത്തിലുള്ള അതീവ ശ്രദ്ധ, എന്റെ ജീവിതത്തിൽ അളവ് ഹറാം കടന്നു വരുന്നുണ്ടോ എന്ന ശ്രദ്ധയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കടന്നു വന്നാൽ ഞാനൊരു മാസം പണിയെടുത്ത പ്രവർത്തനങ്ങൾ വെറുതെയായി പോകുമെന്ന തിരിച്ചറിവിലൂടെയായിരിക്കണം ഇനിയുള്ള ജീവിതത്തെ നമ്മൾ നയിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇതെന്തിനാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് ഒരു ആഘോഷ ദിവസമാണ്. ആഘോഷങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേരളം എന്ന് പറയുന്നത്. എല്ലാ ആഘോഷങ്ങളിലും ഒരു അതിർവരമ്പുകളില്ലാതെ ആടിത്തിവർക്കുന്ന, അതല്ലെങ്കിൽ ആഘോഷിച്ചടിച്ചു പൊളിക്കുന്ന, ആഘോഷങ്ങൾ അലതല്ലി തീർക്കുന്ന ഒരു ജനവിഭാഗമായി മലയാളികൾ മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോ നമുക്കൊരു നിയന്ത്രണമുണ്ട്. അതേ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു നിങ്ങൾക്ക് ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ആ അതിർവരമ്പുകൾ നിങ്ങൾ ഭേദിക്കരുത്. ആ അതിർവരമ്പുകൾ ഭേദിച്ചാൽ അല്ലാഹു നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പുകൾ പാലിച്ചു പോന്നവരാണ് നമ്മൾ. ഒരു മാസക്കാലം നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം എമ്പാടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹറാമിലേക്ക് പോകുന്ന എല്ലാ വഴികളും അന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഹറാമുകൾ കാണുന്ന സാമഗ്രികൾ അന്നും നമ്മുടെ കൈകളിലും നമ്മുടെ വീടുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ അവിടങ്ങളിലെല്ലാം ഒന്ന് കണ്ണു ചെല്ലുമ്പോ, അതെ ഞാൻ നോമ്പുകാരനാണ്, ഞാൻ അത് ചെയ്താൽ എന്റെ നോമ്പ് നിഷ്ഫലമായി പോകും, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ അത് കേട്ടാൽ എന്റെ നോമ്പ് നിഷ്ഫലമായി പോകും, ഞാനത് പറയാൻ പാടില്ല, ഞാനത് പറഞ്ഞാൽ എന്റെ നോമ്പ് നിഷ്ഫലമായി പോകും. ഇങ്ങനെ എല്ലാ നിലക്കും പടച്ചോൻ വെച്ച അതിർവരമ്പുകളെ ഒരു
ഒരു മാസക്കാലം പാലിച്ചു പോന്ന നമ്മൾ ഒരു മാസം കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം നമ്മൾ ആ നിയന്ത്രണങ്ങളെ ലംഘിക്കുന്നുവെങ്കിൽ ആ ഒരു മാസക്കാലം എടുത്ത പണി വെറുതെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ചെലവഴിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അതീവ ശ്രദ്ധയുണ്ടാകണം. ചെറുതായോ വലുതായോ അരുതായ്മകൾ, ഹറാമുകൾ കടന്നു വരാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈമാനോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതീവ കാഠിന്യമേറിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അവസാന കാലം എത്തുമ്പോഴേക്ക് തീക്കനൽ കയ്യിൽ വെച്ചവനെ പോലെ, ഉള്ളം കയ്യിൽ തീക്കനൽ പേറിയവനെ പോലെയായിരിക്കും ഒരു മുഅ്മിനിന് ജീവിക്കാൻ സാധിക്കുക. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് പോവാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ കേൾക്കുമ്പോ അവൻ തന്നെ അസ്വസ്ഥനാകുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ ഓർക്കേണ്ടത് ഈ നിയന്ത്രണങ്ങൾ എന്നെ വരിഞ്ഞു മുറുക്കുന്നതല്ല, അതെ എന്റെ ഈമാനിനെ അല്ലാഹു കടഞ്ഞെടുക്കുകയാണ്. കനലിൽ തീയിൽ കുരുത്ത് അവന്റെ ഈമാനിനെ ബലവത്താക്കുകയാണ് എന്ന ഓർമ്മയാണ്, എന്ന വിശ്വാസമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇത് കേവലം വാചകമായി ഉരുവിടാൻ മാത്രം കൽപ്പിക്കപ്പെട്ടവരായി ഇന്ന് മുസ്ലിം സമൂഹം മാറിപ്പോകുന്ന ദുരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവാണോ എന്റെ ജീവിതത്തിൽ വലിയവൻ? എന്റെയും അതുപോലെ തന്നെ അല്ലാഹുവിന്റെയും തീരുമാനത്തിന് ഇടയ്ക്ക് വരുമ്പോ അല്ലാഹുവിന്റെ തീരുമാനവും എന്റെ ആഗ്രഹവും ഒന്ന് കൂടിച്ചേരുമ്പോ നമ്മൾ ആരുടെ ആഗ്രഹത്തെയാണ്, ആരുടെ തീരുമാനത്തെയാണ് മുഖവിലക്കെടുക്കുക? ചങ്ങാതിമാരോടൊപ്പം, അതുപോലെ തന്നെ സുഹൃത്തുക്കളോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം, ഉപ്പാന്റെ തീരുമാനത്തിന് പുറമെ ഉമ്മയുടെ തീരുമാനത്തിനപ്പുറത്തെ പടച്ചോന്റെ തീരുമാനം ഉണ്ടാകുമ്പോ ആരുടെ തീരുമാനത്തിനും ആരുടെ തെരഞ്ഞെടുപ്പിനുമാണ് നമ്മൾ സ്വീകാര്യത നൽകുക എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഒരു വിശ്വാസി, അതെ എന്ന് ചൊല്ലിയ ഒരു വിശ്വാസി അല്ലാഹുവിന്റെ തീരുമാനമാണ് തെരഞ്ഞെടുക്കുക എന്നത് നമ്മൾ തിരിച്ചറിയണം. എല്ലാവരുടെ തീരുമാനത്തിനും മീതെയാണ്, എല്ലാവരുടെ കൽപ്പനക്കും മീതെയാണ്, എല്ലാവരുടെ തെരഞ്ഞെടുപ്പിനും മീതെയാണ് എന്റെ റബ്ബിന്റെ തീരുമാനവും എന്റെ റബ്ബിന്റെ കൽപ്പനയും എന്റെ റബ്ബിന്റെ തെരഞ്ഞെടുപ്പും എന്നാണ് നമ്മൾ പ്രഖ്യാപിച്ച അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആ അല്ലാഹു അക്ബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വരും, ഒരുപാട് കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. അത്തരം മേഖലകളിൽ ആ നിയന്ത്രണങ്ങൾ വരുമ്പോ എന്റെ റബ്ബിന്റെ നിയന്ത്രണമാണിത്, അല്ലാഹുവാണ് വലിയവൻ. ഇവിടെ എന്നെ നാട്ടിൽ തടഞ്ഞു വെച്ചവൻ, നാട്ടിൽ ചില നിയന്ത്രണങ്ങളാൽ തടഞ്ഞു വെച്ച ഈ നിയമം എന്റെ റബ്ബിന്റെ നിയമമാണ്. ഇതിവിടെ പാലിച്ചാൽ നാളെ പരലോകത്തെ നിയന്ത്രണമില്ലാത്ത ഒരു ലോകത്തെ എനിക്ക് സുഖത്തോടെ സൗകര്യത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കും. അതെ, രണ്ടാമതായി നമ്മൾ പിന്നെയും പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതെ, ഈമാൻ ഉറപ്പിക്കുകയാണ്. ഈമാൻ റാഞ്ചി കൊണ്ടുപോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിം വേഷധാരികളായ പണ്ഡിത പുരോഹിതന്മാർ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ഈമാനിനെ ഏത് സമയത്തും നമ്മൾ പുതുക്കിക്കൊണ്ടേ ഇരിക്കണം. അതെ, പ്രവാചകന്റെ ആഹ്വാനമാണ്, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേ ഇരിക്കണം. അതെപ്പോഴും റീഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് നമ്മൾ നന്നാക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം നിങ്ങളുടെ ഈമാനിൽ പുഴുക്കുത്തു വരുന്നത് നിങ്ങൾ കാണുന്ന മാർഗത്തിലൂടെയല്ല, നിങ്ങൾ അറിയുന്ന മാർഗത്തിലൂടെയല്ല, നിങ്ങൾ അനുഭവിക്കുന്ന മാർഗത്തിലൂടെയല്ല. അതെ, ഉറുമ്പരിച്ചു വരുന്നത് പോലെ ഗോപ്യമായിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് വരിക. അഥവാ ഈമാനിനെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കുന്നത് നിങ്ങളിലേക്ക് കടന്നു വരിക. അത് കേവലം ഒരു വാചകമായി കൊണ്ടായിരിക്കാം, കേവലം ഒരു നോട്ടം കൊണ്ടായിരിക്കാം, കേവലം ഒരു മൗനം കൊണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കുന്ന കാര്യം കടന്നു വരിക എന്നത് അതീവ
ഗൗരവത്തോടു കൂടി കാണണം. അതാണ് ഇന്ന് നമ്മൾ ചൊല്ലിയ തക്ബീറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിനാണ് ഏറ്റവും ഉന്നതനായ, അല്ലാഹുവിനാണ് സർവ്വ ഹംദുകളും. എന്തിനാണ് ഇവിടെ നമ്മൾ ഹംദ് പറഞ്ഞത്? നമ്മൾക്ക് പുതിയ വസ്ത്രം ധരിപ്പിച്ചത് കൊണ്ടാണോ? കഴിക്കാൻ വീട്ടിൽ ചെന്നാൽ സുഭിക്ഷമായ രുചിഭേദങ്ങളുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം നമുക്ക് മുന്നിൽ വിളമ്പി വെക്കുന്നു എന്നതുകൊണ്ടാണോ? അല്ല, മറിച്ച് അല്ലാഹു നമുക്ക് ഹിദായത്ത് തന്നു. അതെ, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയത് കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചൊല്ലാൻ പരിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. ഏതാണ് ആ ഹിദായത്ത്? ഇബ്രാഹിം നബിയുടെ വാപ്പാക്ക് കിട്ടാത്ത ഹിദായത്ത്, മഹാനായ നൂഹ് നബിയുടെ മക്കൾക്ക് കിട്ടാത്ത, ഭാര്യക്ക് കിട്ടാത്ത ഹിദായത്ത്, ഇങ്ങനെ സർവ്വ ഉന്നതന്മാരായ ആളുകളുടെ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ലഭിക്കാത്ത ആ ഹിദായത്താകുന്ന സൗഭാഗ്യം അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹിദായത്തിലാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞ ഹംദ്. വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ നിനക്കാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞത്. ഈ തക്ബീറിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം നയിക്കേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. അവരൊക്കെയും നമ്മളെ പോലെയാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കണം. ഇസ്ലാം മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസം അനുഭവിക്കപ്പെടുന്ന എത്ര ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്ക്. മുസ്ലിമായതിന്റെ പേരിൽ, ഈമാൻ ഉൾക്കൊള്ളുന്നതിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടുന്ന എത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷാരവും സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പിഞ്ചു പൈതങ്ങളും ഒക്കെയും ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് അവരൊക്കെയും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഈ പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ പോലും കരുണ തൊട്ടി തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യ പിശാചുക്കൾ ചെയ്തു വെച്ച ചെയ്തികൾ നൊമ്പരത്തോടെ കേട്ടവരും കണ്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് നമ്മുടെ മക്കളുടെ കൈപിടിച്ചാണ് നമ്മുടെ ഈ ഈദ്ഗാഹുകളിലേക്ക് വന്നത്. നമ്മുടെ ഉറ്റവരുമായി സൗഹൃദം പങ്കുവെച്ച് ആശംസകൾ പറഞ്ഞ് ഈദ്ഗാഹുകളിലേക്ക് വന്നവരാണ് നമ്മൾ. അതെ, ഇപ്പോഴും സ്വന്തം പൈതലിന്റെ ശവശരീരത്തിന് മുന്നിൽ, മൃതശരീരത്തിന് മുന്നിൽ, മയ്യത്തിന് മുന്നിൽ കാവലിരിക്കുന്ന സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ വാപ്പയും ഉമ്മയും അടങ്ങുന്ന ബന്ധുക്കൾ ഇരിക്കുന്ന രംഗം നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. അതേ, പച്ചയായ മനുഷ്യരെ അറുകൊല ചെയ്യുന്ന ക്രൂരന്മാരായ ഭരണാധികാരികളുള്ള ഈ ലോകത്തെ സഹോദരങ്ങളെ, നമ്മൾ എത്ര നിർഭയരാണ്. നമ്മൾ ഹംദ് പറയാൻ എത്ര വലിയ അവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഹംദ് പറഞ്ഞേ തീരൂ. വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ നിനക്കാണ് സർവ്വസ്തുതിയും. ഒരു പ്രയാസവുമില്ലാതെ നിർഭയത്വത്തോടെ നിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് നിന്നെ ഭയപ്പെട്ട് നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത ഒരു സാഹചര്യം നീ ഞങ്ങൾക്ക് തന്നല്ലോ. വലില്ലാഹിൽ ഹംദ് എന്നെപ്പോഴും പറയാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പിഞ്ചു പൈതങ്ങളുടെ ശവശരീരങ്ങൾക്ക് കാവലിരിക്കുന്ന വാപ്പയുടെ, സഹോദരങ്ങളുടെ, ബന്ധുക്കളുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പടച്ചോനെ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ അവർക്ക് രക്ഷയും ആശ്വാസവും, അവർക്ക് സഹായവും വിജയവും പ്രദാനം ചെയ്യണേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. നാഥാ, നിന്റെ രക്ഷയും നിന്റെ സഹായവും നീ അവരുടെ മേൽ വർഷിപ്പിക്കണേ. നാഥാ, ശത്രുക്കളുടെ മേൽ പരാജയവും ഭീതിയും അതുപോലെ തന്നെ ശിക്ഷയും നീ ഇറക്കണേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനോടല്ലാതെ ആരോടാണ് നമുക്ക് പറയാനുള്ളത്? അതേ, പരിശുദ്ധ റമദാനിനെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകത്തിലൂടെ പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി വഇന്നി ഖരീബ്. അതേ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ വഇന്നി ഖരീബ് എന്ന് നീ പറയണം. ഞാൻ അവരുടെ സമീപസ്ഥനാണ്. എന്തിനാണ് സമീപസ്ഥൻ? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അവരുടെ സമീപസ്ഥമായിട്ടുള്ളവനാണ് എന്ന് നീ അവരോട് പറയണം. അതുകൊണ്ട് ആ നാഥനോട്, മുജീബായ ഖരീബായ നാഥനോട് നിരന്തരമായി
ഈമാൻ ഉൾക്കൊണ്ട് മുസ്ലിമായി ജീവിക്കുന്നതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മനസ്സുകൊട്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പിഞ്ചോമന പൈതലിനാണ് ആ ഒരു അവസ്ഥയെങ്കിൽ എന്താകും നമ്മുടെ അവസ്ഥ എന്നാലോചിച്ച് അതിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ നമുക്കാവണം. അള്ളാഹു അവർക്ക് ആശ്വാസവും സഹായവും വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മുടെ നാടിന്റെ അവസ്ഥ എത്ര ഭീതിജനകമായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതെ, നമ്മളുടെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ അവസ്ഥ എത്ര ഗുരുതരമായ അവസ്ഥയാണ് എന്നത് കഴിഞ്ഞ SSLC പരീക്ഷ കഴിയുമ്പോ ഗവൺമെന്റ് ഇറക്കിയ ഒരു സർക്കുലർ അത് നമ്മളെ ബോധ്യപ്പെടുത്തും. എന്താണ് ആ സർക്കുലർ എന്നല്ലേ? 1ാം ക്ലാസ്സിലേക്കും KG ക്ലാസ്സിലേക്കും നമ്മുടെ പൈതലിനെ, നമ്മുടെ പിഞ്ചോമനയെ ചേർത്താൻ വേണ്ടി കൈപിടിച്ചാണ് കൊണ്ടുപോയത്. ആ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ ബുദ്ധിയും വിവേകവും ബോധവും എല്ലാമുള്ള നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയെ വീട്ടിലേക്ക് വിടണമെങ്കിൽ നിങ്ങൾ ഈ സ്കൂളിലേക്ക് വരണം. എന്തുകൊണ്ടാ? കുട്ടിക്ക് വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കുട്ടിക്ക് വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയാത്തത് കൊണ്ടാണോ? കുട്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണോ? അല്ല. നമ്മുടെ വളർന്നു വരുന്ന മക്കൾ അത്രയും ക്രൂരന്മാരും അതുപോലെ തന്നെ മനസ്സാക്ഷിയില്ലാത്തവരുമായിട്ടാണ് വളർന്നു വരുന്നത്. എവിടുന്നാണ് അവർ പഠിക്കുന്നത്? എവിടുന്നാണ് അവർക്ക് ഈ ഒരു മനോഭാവം ഉണ്ടാകുന്നത്? അതെ, നമ്മുടെ നാട്ടിൽ അടുത്ത ഇടയിലായി കടന്നു വന്നിട്ടുള്ള ലിബറൽ ചിന്തയാണ്. എന്താണ് ലിബറൽ ചിന്ത എന്ന് പറഞ്ഞാൽ? അതെ, മൈ ലൈഫ് മൈ ചോയ്സ്, മൈ ബോഡി മൈ ചോയ്സ്. ഈ ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലേക്കും പരത്തിവിടുന്ന ലിബറൽ ചിന്ത ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതെ, സ്വന്തം സഹപാഠിയുടെ ശരീരത്തിലേക്ക് സൂചിമുനയുള്ള കോമ്പസ് കുത്തിയിറക്കാൻ ഒരു മനസ്സാക്ഷിയുമില്ലാത്ത, അവിടെ കെമിക്കലുകൾ മാരകമായ, അതുപോലെ തന്നെ അണുക്കളെ നശിപ്പിക്കുന്ന കെമിക്കലുകൾ ആ ഇറക്കുന്ന സൂചിദോരത്തിലേക്ക് ഉറ്റിച്ചു കൊടുക്കുമ്പോൾ പോലും പൈശാചികമായി ചിരിക്കുന്ന ഹൃദയം പേറിയ മനുഷ്യ പിശാചുക്കളുള്ള യുവതലമുറ, വളർന്നു വരുന്ന കൗമാര തലമുറയുള്ള ഈ ലോകത്ത് എവിടെയാണ് പിഴവ്? അതേ, 6ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ എന്ന് പറഞ്ഞ്, തന്തവൈബെന്നും പറഞ്ഞ് പരിഹസിക്കുന്ന ആ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ നിന്ന് വളർന്നു വരുന്ന മക്കൾ അത്തരമൊരു ചിന്തയിലേക്ക് കടന്നു പോകാൻ പാടില്ല. അതിനെന്ത് വേണം? വാപ്പമാർ മുൻകൈയെടുക്കണം. വാപ്പമാരും ഉമ്മമാരും മുൻകൈയെടുത്തെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കൾക്ക് ആ ഒരു ജീവിതത്തിൽ നിന്ന്, ആ ഒരു ശൈലിയിൽ നിന്ന്, ലിബറൽ വാദത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഏറ്റവും നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ പച്ചക്കരളുള്ള സ്വന്തം സഹോദരനോട്, സ്വന്തം ശരീരം പോലെ പച്ചയായ ശരീരമുള്ളവനോട് അലിവും സ്നേഹവും വാത്സല്യവുമുള്ള ഒരു പച്ച മനുഷ്യനായി ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ഇസ്ലാം 6ാം നൂറ്റാണ്ടിലൂടെ പഠിപ്പിച്ച ആ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെങ്കിൽ മാത്രമാണ്. എന്താണ് ആ പരിഷ്കാരം? ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് മക്കളോട് കുറെ ബാധ്യതകളുണ്ട്. ലുഖ്മാനുൽ ഹക്കീമിനെ കുറിച്ച് നമുക്കറിയാം. ലുഖ്മാനുൽ ഹക്കീം ഒരു പ്രവാചകനല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പേര് പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായമായി എടുത്തു കൊടുത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവത്തെ ആ അധ്യായത്തിൽ കൊണ്ടുവന്നത് എന്താണ്? ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് മകന് നൽകുന്ന ഉപദേശമാണ് ആ സംഭവം. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, പടച്ചോനിൽ പങ്കു ചേർക്കരുതെന്ന് പറഞ്ഞു. രണ്ടാമതായി, മോനെ, നിനക്ക് ബാധ്യതയുള്ളത് ദുനിയാവിൽ, ഭൂമിയിൽ നീ കടപ്പെട്ടിട്ടുള്ളത് നിന്റെ വാപ്പയോട്, നിന്റെ ഉമ്മയോട്, അവരോടാണ് നീ കടപ്പെട്ടിട്ടുള്ളത്. അവരോട് നന്ദിയുള്ളവരാകണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്ന് പറയാത്തത് കൊണ്ടാണ്, എന്നൊരു ഉപ്പയും ഒരു ഉമ്മയും പറയാത്തത് കൊണ്ടാണ് ഉമ്മാക്ക് നേരെയും വാപ്പാക്ക് നേരെയും വാക്കത്തിന് എടുത്തു വെട്ടുന്ന മക്കൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ കൈപിടിച്ച് ചേർത്തി അരികത്തിരുത്തി പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. മോനെ, പടച്ചോനിൽ പങ്കു ചേർക്കരുത്. അള്ളാഹു കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് നിന്റെ ഉപ്പയാണ്, നിന്റെ ഉമ്മയാണ്
എന്ന് പറഞ്ഞു കൊടുത്തു, വാത്സല്യത്തോടെ പറഞ്ഞു കൊടുത്താൽ അത് അവന്റെ മനസ്സിൽ തട്ടുമെന്നത് ഈ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം നമ്മളെ ബോധ്യപ്പെടുത്താണ്. അങ്ങനെ പറഞ്ഞാൽ ആ മോൻ ഒരിക്കലും വാപ്പാക്കും ഉമ്മാക്കും നേരെ തിരിയില്ല. അറിയാത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ. ആരൊക്കെ പറഞ്ഞു എന്ന് നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാം. ആരൊക്കെ പറഞ്ഞു എന്നത് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കാം. പറയണം, തീർന്നില്ല. അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു, വാപ്പ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉമ്മ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നാട്ടുകാരെപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കണമെന്നില്ല, എല്ലാ നേരത്തും നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നീ തനിച്ചാകുന്ന അവസ്ഥയുണ്ടാകും. അതേ മോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹാ അല്ലാഹ്. നീ തനിച്ചാകുന്ന സമയത്ത് എത്ര വലിയ ന്യൂനതകൾ ചെയ്താലും, ചെറുതായും വലുതായും എത്ര വലിയ ന്യൂനതകൾ ചെയ്താലും, എത്ര ചെറിയ ന്യൂനതകൾ ചെയ്താലും, നീ ആരും കാണാതെ ചെയ്ത ആ തെറ്റിനെ നാളെ പരലോകത്ത് എല്ലാവരുടെ മുന്നിലേക്കും അല്ലാഹു കൊണ്ടുവന്ന് പരസ്യപ്പെടുത്തുമെന്ന് ഒരു വാപ്പ മോനോട് പറഞ്ഞു കൊടുക്കുമ്പോ, വാപ്പയില്ലാത്ത സമയത്തെ ഒരു അതിക്രമം ചെയ്യാൻ ആ മോന് കഴിയില്ല. ആ നാട്ടുകാരില്ലാത്ത സമയത്ത് ഒരു അതിക്രമം ചെയ്യാൻ അവന്റെ മനസ്സിൽ പ്രേരണ തോന്നില്ല. അതൊരു ഉപ്പ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താലും പോരാ, എന്റെ ഉപ്പ ഈ പറഞ്ഞ കാര്യം എന്റെ ഉപ്പയിലുണ്ട്. അതെ, എന്റെ ഉപ്പ ഒരിക്കൽ പോലും തനിച്ചായിരിക്കുമ്പോ ഒരു അധർമ്മം ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഉണ്ടാകുമ്പോ പള്ളിയിലെ സെക്രട്ടറി ആയിരിക്കും, എന്നാൽ വീട്ടിൽ വന്നാൽ സർവ്വ തോന്നിവാസങ്ങളും കാണുന്ന, സർവ്വ ഹറാമുകളും കാണുന്ന എന്നെ പോലെയുള്ള തോന്നിവാസിയാണ് ഉപ്പയുമെന്ന ഒരു കാഴ്ച അവൻ കാണുമ്പോ, സഹോദരങ്ങൾ എങ്ങനെയാണ് മക്കൾ മാറാ? മോനോട് കാണരുതെന്നും മോനോട് ചെയ്യരുതെന്നും മക്കളോട് അരുതെന്നും പറയുമ്പോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് ആ മകനിൽ അത് സ്വാധീനിക്കുക? ചിന്തിക്കണം സഹോദരങ്ങളെ. ഇതിനേക്കാൾ അപകടകരമാണ് നമ്മുടെ നാടും നമ്മുടെ സമൂഹവും വളരെ ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന മറ്റൊരു കാര്യം ലഹരിയാണ്. നമ്മുടെ സമൂഹത്തെ ഏറ്റവും ഭയവിഹലമാക്കുന്ന അപകടം പിടിച്ച ഒരു പോക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ SSLC പരീക്ഷയുടെ കാര്യം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പത്തനംതിട്ടയിലെ ഒരു വിദ്യാർത്ഥി വന്നത് ലഹരി ഉപയോഗിച്ചിട്ടായിരുന്നു, മദ്യപിച്ചിട്ടായിരുന്നു SSLC പരീക്ഷ എഴുതാൻ വന്നത്. അതെ, അവന്റെ ശൈലിയിൽ എന്തോ ഒരു അസ്വാരസ്യം തോന്നി. അവന്റെ ബാഗ് പരിശോധിച്ചപ്പോ അവന്റെ ബാഗിൽ നിന്ന് കണ്ടെടുത്തത് ലഹരിയും മദ്യവും 10,000 രൂപയുമാണ്. എന്തിനാണിത്? അടിച്ചു പൊളിക്കാൻ. ചെറിയ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ ലഹരി ഉപയോഗിക്കാൻ കാശ് എവിടുന്ന്? ഈ ലഹരി ഉപയോഗിക്കുന്ന പ്രകൃതി ശൈലി എവിടുന്ന് വന്നു? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാട് അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോകുമ്പോ ഇതെങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ദീനിനെ മാറ്റാൻ കഴിയൂ. ആ ദീനിനെ മാറ്റാൻ കഴിയൂ എന്നത് പൊള്ളയായ ഒരു പരസ്യ പ്രസ്താവനയല്ല, മറിച്ച് ദീനത് കാണിച്ചു തന്നിട്ടുണ്ട്. 6ാം നൂറ്റാണ്ടിലെ ജനതയുടെ ജീവിത ശൈലിയെയും സ്വഭാവത്തെയും പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. പെണ്ണിനും യുദ്ധത്തിനും അതുപോലെ തന്നെ ലഹരിക്കും വേണ്ടി കടിപിടി കൂടിയിരുന്ന ഒരു ലോകത്തെയാണ് ഖൈറു ഉമ്മത്തായി റസൂലുള്ള മാറ്റിയത്. ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ആയത്തിറങ്ങിയപ്പോ തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ പൈശാചികമായ ലഹരിയും വച്ച് തകർത്ത് തരിപ്പണമാക്കി പരിപൂർണമായി ലഹരിയിൽ നിന്നും മുക്തമായ ഒരു സമൂഹമായി മാറിയത് ദീനിന്റെ ഡയറക്ഷൻ കൊണ്ടാണ്, ദീനിന്റെ ഉപദേശങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ചില കൗൺസിലർമാർ പോലും ഉപദേശങ്ങളെ പരിഹസിക്കാണ്. അതെ, ഉപദേശങ്ങളെ പരിഹസിച്ച് അവർ പറയുന്നത് ഒരു സദസ്സിൽ പറയാൻ പോലും പറ്റാത്ത അത്രയും മോശപ്പെട്ട ഒരു ഉപമയുമായിട്ടാണ് ഉപദേശങ്ങളെ മോനെ നന്നാകണം എന്ന് പറയുന്നതിനെ പരിഹസിച്ച് ചെറുതാക്കി കാണുന്നത്. ഉപദേശം എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കണം. എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഉപദേശം കൊടുക്കണം. വിശ്വാസികൾക്ക് ആ ഒരു ഉപദേശം അവർക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് നമ്മുടെ മക്കളായാലും മുതിർന്നവരായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കണം. അത് ഉപകാരപ്പെടും. നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഈ ലഹരിയുടെ കരാളഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരേ ഒരു വഴി മാത്രമാണുള്ളത്. സമൂഹം ഒന്നിച്ചിറങ്ങുക. അതെ, സമൂഹം ഇറങ്ങുമ്പോഴേക്ക് അവിടുന്ന് കുറച്ച് ലിബറൽ ചിന്താഗതിക്കാർ വരും. അതെ, സദാചാര പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട്.
ആ ഒരു വാചകമാണ് ഇന്ന് ഈ സമൂഹം പിടിപെട്ടിട്ടുള്ള അപജയത്തിന് ഏറ്റവും മൂല്യ കാരണമെന്ന് ആർക്കും അർത്ഥശങ്കക്കിടമില്ലാതെ പറയാൻ കഴിയും. എവിടെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ ആള് പണ്ട് കേരളത്തിൽ ഒരു തെറ്റ് കാണുമ്പോ ആരെങ്കിലും മോനെ ഇതിവിടെ ചെയ്യാൻ പറ്റൂല, ഇതിവിടെ ചെയ്യാൻ പറ്റൂല, നിനക്ക് സ്വകാര്യതയിൽ എവിടെയെങ്കിലും പോയി ചെയ്തോ, ഇവിടെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ആ പരിസരത്തേക്ക് ആ മോൻ വരൂല, ആ ചെയ്യാൻ വന്നോ വരൂല. എന്നാൽ ഇന്ന് ആ വാചകം അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ആ ഒരു വാചകം പറഞ്ഞാൽ ആ പറഞ്ഞോ കുടുങ്ങും, ആ പറഞ്ഞോൻ ജയിലിലാകും. ആ ഒരു അവസ്ഥയായിരുന്നു ഈ കാലം വരെ. ഇപ്പോഴും ആർക്കും പറയാൻ കഴിയില്ല. സ്വന്തം വാപ്പയെ പോലെയുള്ളവർ പോലും പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത താൻ ആരടോ എന്ന് ചോദിക്കുന്ന മക്കൾ വളർന്നു വരികയാണ്. സഹോദരങ്ങളെ, ദീനിനെ ഇതിന് പരിഹാരമുള്ളൂ. ആ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കൽ മാത്രമാണ് ഇതിന് പരിഹാരമുള്ളത്. അതുകൊണ്ട് ലഹരിക്കെതിരെ സമൂഹം, നമ്മുടെ നാടിനെ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ നാട്ടിലെ യുവ സമൂഹത്തെ, വളർന്നു വരുന്ന തലമുറയെ നമ്മളാണ് അവർക്ക് കാവലാകേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം. ഇന്ന് ഈ ഈദ് ഖുത്ബ കഴിഞ്ഞാൽ ഈ ഈദ്ഗാഹിൽ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയും കഴിഞ്ഞാണ് നമ്മളൊക്കെയും മടങ്ങേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ. സഹോദരങ്ങളെ, ഇന്ന് ആഘോഷ ദിവസമാണ്. ബന്ധങ്ങളെല്ലാം ഇന്ന് ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലേക്ക് ഒതുങ്ങിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈദാശംസകൾ, കുടുംബങ്ങൾക്കുള്ള ഈദാശംസകളും സുഖവിവരങ്ങൾ, അന്വേഷണങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിൽ ഒരു സ്റ്റിക്കർ അയച്ചാൽ, ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ തീർന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അല്ല, പച്ചയായ മനുഷ്യരെ ചെന്ന് കാണണം, കൈ കൊടുക്കണം, വിശേഷങ്ങൾ ചോദിക്കണം, എന്താണ് പ്രയാസമുള്ളത് എന്ന് ചോദിക്കണം. ആ പ്രയാസങ്ങളോ സന്തോഷങ്ങളോ എന്താണോ അതിലെല്ലാം നമ്മൾ പങ്കുചേരണം. അതൊരു ബറക്കത്താണ്. പ്രവാചകൻ കുടുംബ സന്ദർശനത്തിന് വേണ്ടി പ്രത്യേകം ആഹ്വാനം ചെയ്തിട്ടുള്ള സന്ദർഭമാണ് പെരുന്നാൾ ദിവസങ്ങൾ. അതുകൊണ്ട് കുടുംബ സന്ദർശനങ്ങൾ, ബന്ധങ്ങൾ പുതുക്കാൻ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ആമുഖത്തിൽ പറഞ്ഞ ആഘോഷങ്ങൾ അതിരുവിട്ടു പോകാൻ പാടില്ല. പ്രവാചകൻ പെരുന്നാൾ ദിവസം പ്രത്യേകം സ്ത്രീകളോട് പറഞ്ഞു അവരുടെ വസ്ത്രവിധാനത്തിന്റെ കാര്യം. അവരേറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നതും അതിക്രമം ചെയ്യപ്പെടുന്നതും അവരുടെ വേഷവിധാനത്തിന്റെ പേരിലാണ് എന്നത് നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള വസ്ത്രധാരണയായിരിക്കണം സഹോദരിമാരെ നിങ്ങളുടെ വസ്ത്രധാരണം. പള്ളിയിലേക്ക് വരുമ്പോ ഒരു വസ്ത്രവും, വീട്ടിൽ മറ്റേതെങ്കിലും ഫംഗ്ഷനുകൾക്കോ മറ്റേതെങ്കിലും ചടങ്ങുകൾക്കോ പോകുമ്പോ മറ്റൊരു വേഷവുമാണെങ്കിൽ സഹോദരങ്ങളെ, റസൂലുള്ള പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദു റീഹഹാ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമല്ല സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുന്ന കാര്യം ഈ പെരുന്നാൾ ദിവസം ദാനധർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ദാനധർമ്മത്തിന്റെ കാര്യം പെരുന്നാൾ ദിവസം. അതുപോലെ തന്നെ സാന്ദർഭികമായി പറയാനുള്ളത്, നിങ്ങളിൽ ആരെങ്കിലും സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്നലെ ഒരു സഹോദരൻ നേരിട്ട് സംസാരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് ചെന്ന് തിരിച്ചെന്നെ വീണ്ടും ഫോൺ വിളിക്കാൻ, അദ്ദേഹത്തിന്റെ പ്രയാസം അദ്ദേഹത്തിന് നേരിട്ട് പറയാനുള്ള ആ ഒരു വൈമനസ്യം അദ്ദേഹം വീട്ടിൽ ചെന്ന് വളരെ പ്രയാസപ്പെട്ട് വിളിച്ചു പറയാണ്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടാൻ. വാടക വീട്ടിലാണ് അവര് താമസിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് അവര് താമസിക്കുന്നത്. 10 മാസത്തെ വാടക കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പെരുന്നാൾ കഴിഞ്ഞാൽ ഇറങ്ങണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എത്രമാത്രം മനസ്സ് വേദനിച്ചു എന്നത് നമ്മൾ ഓരോരുത്തരും പച്ചയായ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദവും നമ്മൾ ഇടറിയ ശബ്ദവും കൂടി കേൾക്കുമ്പോ നമുക്കും ആ ഒരു അനുഭവം, ആ ഒരു ഫീല്, ആ ഒരു നിരാശ നമ്മുടെ മനസ്സിലുണ്ടാകും. സഹോദരങ്ങളെ, ആ ഒരു നിരാശ മാറിയിട്ടാണ് നിങ്ങളോട് ഈ വാചകം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോ 2-3 വ്യക്തികളോട് പറഞ്ഞപ്പോ അതിന്റെ പകുതി മാസത്തെ ഏറ്റെടുത്തിട്ടുണ്ട് ചില ആളുകൾ. അതുപോലെ തന്നെ ഇന്നും ഒരാള് കുറച്ച് സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താറുള്ളത്, അവർക്ക് 3 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ചെറിയൊരു വീട് വെക്കാനുള്ള സാമ്പത്തികമായ സഹായം ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുന്നുവെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ആർക്കെങ്കിലും കഴിയുമെങ്കിൽ എന്നെ പേഴ്സണലായി ബന്ധപ്പെടണം എന്ന് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോ നമ്മുടെ സന്തോഷം പോലെ മറ്റൊരാളും സന്തോഷിക്കട്ടെ
എന്ന ആത്മാർത്ഥമായ നീയത്തോടെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ച് ഒരു സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമ്പോ അള്ളാഹു നമ്മുടെ ആവശ്യം നിർവഹിച്ചു തരുമെന്ന ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്കകളും സക്കാത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മാനസികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആശ്വാസവും ശമനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട് അതീവ കടുത്ത ചൂടിലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യത്തെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചൂടാണ് നമ്മുടെ നാടുകളിൽ ഈയിടെ അടുത്ത ഇടങ്ങളിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയല്ലാതെ അതിന് പരിഹാരമില്ല. സൂറത്തുൽ നൂഹിൽ അല്ലാഹു മഴ വർഷിക്കാനുള്ള കാരണമായി പറഞ്ഞത് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, നിങ്ങൾക്ക് അല്ലാഹു മഴ വർഷിപ്പിച്ചു തരും. അല്ലാഹുവിനോട് നിരന്തരമായി നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കണം. പടച്ചോനെ മഴ നൽകണേ, അല്ലാഹുവേ ഞങ്ങളെ നീ കടുത്ത വരൾച്ച നൽകി ശക്തമായ ചൂട് നൽകി പരീക്ഷിക്കല്ല നാഥ, ഞങ്ങൾക്ക് റഹ്മത്തായ മഴ വർഷിപ്പിച്ചു തരണേ നാഥ. നിന്റെ റഹ്മത്തും ബറക്കത്തുമുള്ള മഴ ഈ ആകാശത്തിൽ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ നാഥ. സഹോദരങ്ങളെ, ഗാസയിലും ഫലസ്തീനിലും പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആശ്വാസവും വിജയവും സഹായവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാടിനെ എല്ലാ നിലക്കുമുള്ള വിപത്തുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലഹരിയാകുന്ന മാരകമായ വിപത്തിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെയും നമ്മുടെ മക്കളെയും യുവ സമൂഹങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല സമൂഹമായി, സമുദായമായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും ഹസനാത്തുകളും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സ്വീകരിച്ച അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, ഇനി എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കയ്യൊക്കെ ഒന്ന് ചുരുട്ടി നിവർത്തി പിടിച്ചത്. ആ വെള്ളം കൊടുക്കുന്ന ഭാഗത്തുള്ള ആൾക്കാരാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കുറച്ചു നേരത്തിന് ഒരു 30 സെക്കൻഡ് ഒന്ന് നിശ്ചലായാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ അതുപയോഗിക്കുന്ന വ്യക്തിയെ മാത്രമല്ല, അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് വിശുദ്ധ ഖുർആനും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാകും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടഞ്ഞ് ലഹരി മുക്ത നാടിനായി പരിശ്രമിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഈ പായ മുഴുവൻ മടക്കി നമ്മൾ അവിടെ എത്തിക്കണം. അതിലെല്ലാവരും സഹകരിക്കണം.